Checking Value Plus card. Just pay ₹2,999 and get food worth ₹4,000. ഹലോ ഇന്ന് കിണറിൽ റിങ് ഇറക്കാൻ പോകണോ? അതെ ചെറിയൊരു വർക്ക് ഉണ്ടായിരുന്നു. ഞാനൊരു കാര്യം പറയട്ടെ, ഇന്ന് പതിവിലും വിപരീതമായിട്ട് നമ്മൾ ഒരു ഷൂട്ട് എടുക്കുമ്പോൾ 3 നേരം ഫുഡ് ഇവിടെ നിന്ന് തന്നെയാണ്, ഫ്ലവേഴ്സിൽ നിന്ന് തന്നെയാണ് പ്രൊഡക്ഷൻ ഫുഡ്. അതെ. പക്ഷെ ഇന്ന് എന്താ എല്ലാരും കൂടെ പ്ലാൻ ചെയ്തിട്ട് വീട്ടിൽ നിന്ന് പൊതിഞ്ഞു കൊണ്ടുവന്നേ? ഇതൊരു ചെറിയ കുഴൽ കിണറാണ്. ഞാനാണോ ആ കുഴൽ? അതെന്താ അറിയോ, കൗണ്ടർ മോശമായി കഴിഞ്ഞ് ഇന്ന് ഫുഡ് കൊടുക്കില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഫുഡ് കുറച്ച് കയ്യിൽ കരുതിയെന്നുള്ളൂ. ഓൾറെഡി ഞങ്ങളുടെ പേയ്മെന്റ് കട്ട് ചെയ്തു. ഇതൊക്കെ ഏരിയനല്ലേ? ലക്ഷ്മി നമുക്ക് മാത്രല്ല ചോറ്റുപാത്രം കൊണ്ടുവന്നിട്ടുണ്ട്. ജിഷൻ ചേട്ടന്റെ ഒരു കാര്യം, താങ്ക് യു സോ മച്ച്. ചേച്ചിയുടെ അമ്മ ഇതവൻ കഴിച്ചതാ, കഴുകി കൊടുക്കാനായിട്ട് തന്നാ. തങ്കച്ച പോത്താണേ. ചേട്ടൻ പോത്താന്നോ? അല്ലല്ല, തങ്കച്ചന്റെ കറി പോത്താണ്. അപ്പോ ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മുടെ അമ്മമാര് നമുക്ക് എന്താണോ ഇഷ്ടം അത് കൂടുതലും നമ്മുടെ ചുറ്റും പാത്രത്തിൽ വെക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. അപ്പൊ ഇന്നത്തെ ദിവസം എല്ലാവരും ഈ ടിഫിൻ ബോക്സ് കൊണ്ടുവന്നിട്ടുള്ളത് കൊണ്ട് എല്ലാവരുടെ ടിഫിൻ ബോക്സ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ഓരോരുത്തരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ എന്താന്ന് ചോദിക്കണ്ടല്ലോ, തുറന്നു കാണിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ ഉല്ലാസന്റെ പാത്രത്തിൽ കുപ്പിയായിരിക്കും. പ്രായം കൊണ്ട് ഏറ്റവും ആദ്യം വാവയുടെ തുറക്കട്ടെ. പ്രായത്തിനനുസരിച്ചിട്ടുള്ള ചോറ്റുപാത്രം. ഡോറ പി ഒതുന്നു. ശരി, വീട്ടിൽ നിന്ന് എന്താ തന്നു വിട്ടിട്ടില്ലേ? വീട്ടിൽ നിന്ന് തന്നുവിട്ടിരിക്കുന്നത് മുട്ട വറുത്തത്. കുഞ്ഞുവാവയുടെ ഭാര്യയാണോ അമ്മയാണോ തന്നുവിട്ടത്? കുഞ്ഞുവാവയല്ലേ, ഭാര്യ ഇല്ലല്ലോ. ശരി, കല്യാണം കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഞങ്ങള് കുഞ്ഞുവാവയാ. അതെ, ഒരു പ്രണയമുണ്ട്. എന്താ ഈ ക്ലാസ്സിൽ ഞാൻ പറയാം. LKG പഠിക്കുമ്പോഴേക്കും പ്രണയായോ? ഞാൻ ഇച്ചിരി മുതുക്കായിരുന്നു. എന്താ തന്നുവിട്ടിട്ടില്ല അമ്മ? തന്നുവിട്ടിരിക്കുന്നത് വൃദ്ധ പ്രണയമാണോടാ? ചോറ്, മുട്ട വറുത്തത്, ഓംലെറ്റ്, മിക്സർ അച്ചാറ്. മിക്സർ അത് മിക്സർ എല്ലാം കൂടി കൂട്ടിയുള്ള അച്ചാറ്. മിച്ചറിനകത്ത് അച്ചാറിട്ട് കുഴച്ചോ? ഞാൻ UKG അല്ലേ. മിച്ചർ അച്ചാർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഇന്നലെ അടിച്ചതിന്റെ ഭാഗത്ത് മിച്ചറും പിന്നെ അച്ചാറും ടച്ചിങ്സ് രണ്ടും കൂടെ. പിന്നെ കാബേജ് തോരൻ. ക്യാബേജ് തോരൻ. ഓക്കെ, അപ്പൊ സുമിനി അത് തുറന്നു കാണിക്കോ? അമ്മ തന്നുവിട്ടപ്പോ പറഞ്ഞ ആർക്കും കൊടുക്കാതെ ഒളിച്ചിരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞ സാധനമാണിത്. Once again, ഒരു വലിയ കൈയോടുകൂടി, ഒരു ഭയങ്കര വലിയൊരു ചക്കര ഉമ്മയോടുകൂടി we welcome you ചേച്ചി. And this is Menaka Suresh again on നമ്മുടെ സ്റ്റാർ മാജിക്. എവിടുന്നാണ് ഇത്ര വലിയൊരു എനർജി? കാരണം സത്യം പറഞ്ഞാൽ ഇവിടെയുള്ള എല്ലാവരും ഒന്ന് സ്റ്റക്ക് ആയി പോയി ചേച്ചി വന്നപ്പോ. കാരണം ഡാൻസ് കൂടെ പിടിക്കാൻ പറ്റുന്നില്ല. ഞാൻ കഴിഞ്ഞ പറഞ്ഞില്ലേ മാജിക് ആണെന്ന്. മാജിക് ആണ്. ഈ ഫ്ലോറിൽ വന്നപ്പോ കൂടി That is all about നമ്മുടെ മേനക ചേച്ചി. ശരിക്കും ആ ഒരു സ്കെഡ്യൂൾ കഴിഞ്ഞ് നമ്മൾ പോന്നതിന് ശേഷം എപ്പിസോഡ് ടിവിയിൽ കണ്ടപ്പോഴാണെങ്കിലും ഭയങ്കര 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 ഒരു സന്തോഷം. കണ്ടോണ്ടിരിക്കുമ്പോ തന്നെ നമുക്കൊരു വൈബ് കിട്ടും. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഫോൺസ് വന്നു കേട്ടോ, വിശേഷങ്ങൾ ഒരുപാട് പേര് പറഞ്ഞു. എത്രയോ ഷോസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇത് എനിക്കൊരു ഡിഫറെന്റ് ആയിട്ടുണ്ടായിരുന്നു എല്ലാം. കാരണം ബാക്കിയുള്ളത് നമ്മൾ കാണും, എന്തെങ്കിലും മാർക്ക് പറയും, അങ്ങനെയൊക്കെയായിരുന്നു. പക്ഷെ ഇത് അങ്ങനെയല്ല, നിങ്ങൾ എല്ലാവരുടെ കൂടെയും എനിക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റിയിരുന്നു. ഈ രോഗമുള്ള കുട്ടികളോടൊപ്പം ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു ഇതല്ലേ വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ. ഞാൻ കഴിഞ്ഞവരെ വന്നതിനേക്കാൾ നീ കുറച്ചും കൂടി ഭേദമായിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പൊ കണ്ടാ അറിയാം. പ്രേക്ഷകരുടെ ഫീഡ്ബാക്സ് യൂട്യൂബിൽ കമന്റ്സ് കണ്ടിരുന്നോ? കോൾസ് കണ്ടു. അനുവിന്റെ ഫാൻ ആണെന്ന് പറഞ്ഞ് രജീഷ് ആണെന്ന് തോന്നുന്നു. അവർ എനിക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അയക്കുകയാണ്. അല്ലല്ല, ഞാൻ വിചാരിച്ചു അനു ആണെന്ന് വിചാരിച്ചിട്ട് ഹായ് അനു ഹൗ ആർ യു ചേച്ചി, ഇനിയും വരണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഐ വിൽ കം, നോ പ്രോബ്ലം, എങ്ങനെയുണ്ട് അനു എന്നൊക്കെ പറഞ്ഞപ്പോഴില്ല. ഐ എം നോട്ട് അനു, ഞാൻ അനീഷ് എന്ന് പറഞ്ഞു. ഇവളാകാൻ വഴിയില്ല, കാരണം ഇവക്ക് ഇത് ടൈപ്പ് ചെയ്യാൻ അറിഞ്ഞില്ല. ചേച്ചി അവർക്ക് 10 സിം ഉണ്ട്. അനുവിന് ഫാൻ ബോയ് ഉണ്ട് എന്ന് പറഞ്ഞറിയോ? അനുവിന്റെ ഫാൻ നന്നക്കം കൊടുത്ത ബോയ് വിളിക്കണത് എപ്പോഴും നന്നാക്കി വെച്ചിട്ടുണ്ട്, വരൂ എന്ന് പറഞ്ഞു. ആദ്യമായിട്ടാണ് പോയിട്ട് ഒരാഴ്ചക്കകത്ത് ഉടനെ എന്നെ വിളിച്ച ഫസ്റ്റ് ചാനലാണ്. ഫസ്റ്റ് പരിപാടിയാണ്. അത്ര ഇഷ്ടം കൊണ്ടാണ്, പ്രേക്ഷകർക്കും അത്ര ഇഷ്ടമായതുകൊണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പോ ഇന്നത്തെ എപ്പിസോഡിൽ വരുമ്പോ എന്തെങ്കിലും സ്പെഷ്യൽ പ്രിപ്പറേഷൻസ് ഉണ്ടോ? അതായത് ആരെങ്കിലും ടാർഗറ്റ് ഉണ്ട്, ചിലരൊക്കെ ഉണ്ട്. ഞാൻ ആദ്യമേ വാവയ്ക്ക് അടിച്ചു കൊടുത്തല്ലോ, ഞാൻ കഴിഞ്ഞ തവണ പോലെ ആയിരിക്കില്ല, കുറച്ചെങ്കിലും ഭേദമായിട്ടുണ്ടായിരിക്കും എന്ന് ധരിക്കുന്നു. ഗുളിക കഴിക്കുന്നുണ്ട് പുള്ളി. കറണ്ട് അടിപ്പിക്കുന്നവൻ പറഞ്ഞ കേട്ടോ, ഗുളിക കഴിക്കുന്നുണ്ട് അവൻ. രണ്ടുപേർക്ക് ഒരേ ഗുളിക, ചുമ്മാ അല്ല. പാമ്പിൻ കാൽ പാമ്പറിയും എന്നുള്ളത് കറക്റ്റ് ആണ്. തങ്കച്ചനും ഈ പ്രിൻസിപ്പൾ നിൽക്കുമ്പോ തങ്കച്ചനും സ്കൂളിലെ പ്യൂണ് നിൽക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ശരി, ഒന്ന് കുട്ടിക്കാലത്തിലേക്ക് പോവാണെങ്കിൽ ഈ പാവാടയും ബ്ലൗസും ഇട്ട് പണ്ട് ഇങ്ങനെ ഈ അലുമിനിയം പെട്ടി എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ തന്നെ ഇങ്ങനെ ചോറ്റും പാത്രം ഇങ്ങനെ ഇവിടെ പിടിച്ചിട്ട് ഇങ്ങനെ സ്കൂളിൽ പോവാ, അങ്ങനെ എന്തെങ്കിലും ഓർമ്മകളുണ്ടോ? അങ്ങനെ ഒരു സംഭവമേ എനിക്ക് ജീവിതത്തിലില്ല. സ്കൂളിൽ പോയിട്ടില്ലേ? സ്കൂളിൽ പോയിട്ടുണ്ട്. എന്റെ അമ്മ ടീച്ചർ ആയതുകൊണ്ട് അമ്മയ്ക്ക് സ്കൂളില് ഫുഡ് കിട്ടും, ടിഫൻ കിട്ടും, എല്ലാം കിട്ടും. അമ്മയുടെ മോളല്ലേ ഞാൻ. സമയമാകുമ്പം
അമ്മയുടെ അടുക്ക പോവും. അമ്മയുടെ അടുത്ത് പോവും. അമ്മയുടെ കൂടെ സ്റ്റാഫ് റൂമിൽ ഇരുന്ന് കഴിക്കുന്ന കുട്ടിയാണ്. ഞങ്ങളുടെ അതെ ക്ലാസ്സിൽ നിന്ന് കൊണ്ട് സ്റ്റാഫ് റൂമിൽ നിർത്തും. അടുത്ത് ചേച്ചിയുടെ ഒരു ശീലം തങ്കച്ചനുണ്ട്. എന്താ? തങ്കച്ചൻ സ്റ്റുഡൻസിന്റെ കൂടെ ഇരുന്ന് കഴിച്ചിട്ടില്ല. ഉപ്പുമാവ് പറയലായിരുന്നു അവനിരുന്ന്. അവിടെ ഇരുന്നായിരുന്നു അവൻ കഴിച്ചോണ്ട്. അത് മാത്രമല്ല തങ്കച്ചന് വീട്ടിൽ നിന്ന് ഒരു കൊടുത്തു വിടും. എന്നിട്ട് അവിടെ ചെന്നിട്ട് ഒരു കാജാ വീടി മേടിച്ച് വലിച്ച് സൈഡിൽ ഇങ്ങനെ ഒന്ന് വീടിയും വലിച്ച് നിൽക്കുന്നത്. അവിടെ ബീഡിയൊക്കെ പിടിക്കുന്നുണ്ടാവാ? ബീഡിയൊക്കെ പിടിക്കുന്നുണ്ടാ? ബീഡി പിടിക്കുന്നുണ്ടാ? ഇല്ല. ഇനി വാ റൂമിൽ വാങ്ങിയാ ചേച്ചി കാണിച്ചു. വീക്കൂരി പോവും. Checking Value Plus card. Just pay rupees 2999 and get food worth rupees 4000.